നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻധ്രകരിപ്പൂർ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. ഐഡിയൽ ഡെക്കോ ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ്. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂൾ മുൻവശം, പയ്യന്നൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഫാം ഷോയ്ക്ക് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായി. മേളയുടെ ഭാഗമായുള്ള പ്രദർശനം തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വികസന കാര്യത്തിൽ സർക്കാരിന് മലയോര മേഖലയോട് അവഗണനയില്ലെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. ചെറുപുഴയിൽ വള്ളിക്കടവ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി തൂണുകൾ റിലയൻസിന് തീരെഴുതിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുന്നു. പ്രതിഷേധ ഭാഗമായി KCB ജീവനക്കാരുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ കൂട്ടായ്മ. പൊതുസ്ഥലങ്ങളിൽ മരത്തിൽ പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ നടപടി വരുന്നു. മരനശീകരണത്തിനെതിരെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത്. വാർത്തകൾ വിശദമായി. ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു. MLA K കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ വളരെ വിരളമാണെന്നും ഫണ്ട് അനുവദിച്ചാൽ പോലും കെട്ടിട നിർമ്മാണത്തിൽ കാലതാമസം വരികയോ സാങ്കേതിക കാരണങ്ങളിൽ കുടുങ്ങിയോ മുടങ്ങിപ്പോകുന്ന സ്ഥിതി കേരളത്തിലുണ്ടെന്നും അതുകൊണ്ട് ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും പോളിടെക്നിക് കോളേജുകളിലെയും ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെയും ഹോസ്റ്റൽ മന്ദിരങ്ങൾ ഏതെല്ലാം ഘട്ടത്തിലാണ് പ്രവൃത്തി നിലച്ചതെന്ന് പരിശോധിച്ച് സമയബന്ധിതമായി 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാനുള്ള നടപടി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെയും ഒക്കെ ഹോസ്റ്റൽ മന്ദിരങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റൽ മന്ദിരങ്ങളൊക്കെ ഏതെല്ലാം ഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെല്ലാം ഘട്ടത്തിൽ അത് പെൻഡിങ്ങിലായിരിക്കുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട് അത് സമയബന്ധിതമായി 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനുള്ള നടപടി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഹോസ്റ്റൽ കെട്ടിടം പൂർത്തിയാക്കിയ കോൺട്രാക്ടർ അബ്ബാസിന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. K കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിച്ചു. കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C കാർത്യായനി, V ചന്ദ്രൻ, പ്രിൻസിപ്പൽ M ചന്ദ്രകുമാർ, AC വേലായുധൻ, ജേക്കബ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സ്ഥാപിച്ചു 100 വർഷം പിന്നിടുന്ന പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഫാം ഷോ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥി കർഷകർ നിലവിളക്കിൽ തിരിതെളിച്ച് ഫാം ഷോ ഉദ്ഘാടനം ചെയ്തു. എക്സിബിഷൻ ഉദ്ഘാടനം തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ നിർവഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഫാം ഷോയ്ക്കാണ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായത്. കർഷകർക്കും കാർഷിക വൃത്തിയിൽ തൽപരരായവർക്കും പ്രത്യേകിച്ച് ഭാവി തലമുറയ്ക്കും വേണ്ടി വ്യത്യസ്തമായ ഒരു പഠനാനുഭവം നൽകുവാനാണ് ഫെബ്രുവരി 12 മുതൽ 17 വരെ ഫാം ഷോ 2015 എന്ന പേരിൽ ഇന്ത്യയിലെ തന്നെ ആദ്യമായ ഒരു നൂതന കൃഷിയുടെ പ്രദർശനം ഒരുക്കിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥി കർഷകർ ഉദ്ഘാടന വേദിക്ക് താഴെ സ്ഥാപിച്ച കുരുത്തോല അലങ്കൃത ദീപത്തിൽ തിരിതെളിയിച്ച് ഫാം ഷോ ഉദ്ഘാടനം ചെയ്തു. എക്സിബിഷന്റെ ഉദ്ഘാടനം K കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. കാർഷിക മേഖലയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം നാം ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണെന്നും കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ, കൃഷിക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതിനെല്ലാം എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്ന് പരിശോധിക്കണമെന്നും MLA പറഞ്ഞു. പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇവിടെ ഈ 100 വർഷം കൊണ്ട് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിന് തന്നെ മഹത്തായിട്ടുള്ള സംഭാവനകൾ ചെയ്യാൻ
പ്രത്യേകിച്ച് തെങ്ങിൻ്റെ കാര്യത്തിലൊക്കെ വലിയ സംഭാവന ചെയ്യാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തെങ്ങുകൃഷിയിൽ പിലിക്കോട് ഗവേഷണ കേന്ദ്രം വളരെ മുന്നേറിയിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായ കൃഷിയെക്കുറിച്ച് ഇന്നും കർഷകർക്ക് വേണ്ട അറിവ് ലഭിക്കുന്നില്ലെന്നും അത്തരത്തിലുള്ളവരെ വിളിച്ചു വരുത്തി ബോധവൽക്കരണം നടത്തുന്നതിൽ വേണ്ടത്ര വിജയിച്ചിട്ടില്ലെന്നും MLA കൂട്ടിച്ചേർത്തു. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ P. രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഡോക്ടർ K. അബ്ദുൽ ഖരീം, റിസർച്ച് ഡയറക്ടർ ഡോക്ടർ P.V. ബാലചന്ദ്രൻ, ഡോക്ടർ T. സന്തോഷ് കുമാർ, P. കുഞ്ഞിരാമൻ, P.P. പ്രസന്ന, P.C. ധനരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വികസന കാര്യത്തിൽ മലയോരത്തോട് അവഗണനയില്ലെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. ചെറുപുഴ വള്ളിക്കടവ് റോഡ് പ്രവർത്തനോദ്ഘാടനം ചിറ്റാരിക്കാലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയോരത്തിന്റെ വികസന ആവശ്യങ്ങൾ ഏതുതന്നെയായാലും അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആദ്യഘട്ടമായ 2.5 കിലോമീറ്റർ ദൂരം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുമെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ബാക്കി ഭാഗങ്ങളും പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതിൻ്റെ പണി ഏറ്റെടുക്കുന്ന കാര്യം പരിഗണിക്കും എന്ന് ഉറപ്പു നൽകാൻ ഞാൻ അവസരം ഉപയോഗിക്കും. പിന്നെ മലയോര ഹൈവേ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയല്ല. മലയോര ഹൈവേയുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായിരുന്നു. ജെയിംസ് പന്തമാക്കൽ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഫ്സൽ, ടോമി പ്ലാച്ചേരി, N. ശ്രീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്റ്റുഡൻസ് യൂണിയൻ ഉദ്ഘാടനവും ഫൈൻ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനവും നടന്നു. സ്റ്റുഡൻസ് യൂണിയൻ ഉദ്ഘാടനം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞും ഫൈൻ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം കേരള സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഗമറുദ്ദീനും നിർവഹിച്ചു. പോയ വർഷത്തെ കോളേജ് യൂണിയൻ പ്രവർത്തനത്തിലെ നല്ല കാര്യങ്ങൾ പുതിയ വർഷത്തെ യൂണിയൻ ഉദ്ഘാടന സമ്മേളനത്തിൽ എടുത്തുപറയാൻ സാധിക്കുക എന്നത് തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് മാത്രമാണെന്ന മന്ത്രിയുടെ പ്രശംസ കരഘോഷത്തോടെയാണ് സദസ് എതിരേറ്റത്. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊണ്ട് സ്റ്റുഡന്റ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ജുനൈദിന്റെ അധ്യക്ഷ ഭാഷണം ശ്രദ്ധിച്ചതിനെ തുടർന്നാണ് മന്ത്രി ഇങ്ങനെ പ്രശംസിച്ച് സംസാരിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ കോളേജുകളും മാതൃകയാക്കേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. വിവരസാങ്കേതിക വിദ്യ കൊണ്ട് ക്ലാസ് മുറികളിലിരുന്ന് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വലിയ മാറ്റമെന്നും ആ മാറ്റം ഉൾക്കൊള്ളാൻ കേരളത്തിലെ എല്ലാ കോളേജുകൾക്കും സാധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ നല്ല തുടക്കമാണ്. എല്ലാ കോളേജ് യൂണിയനുകളും സ്വീകരിക്കേണ്ട നല്ല തുടക്കമാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ്. ഇന്നിപ്പോഴും നിങ്ങളുടെ ഈ കോളേജ് മുറിയിലിരുന്നു കൊണ്ട്, ഈ ക്ലാസ് റൂമിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ അത് വിവര സാങ്കേതിക വിദ്യയുടെ അതിമഹത്തായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നന്നായി പ്രവർത്തിക്കുന്ന കോളേജുകൾക്ക് അത് ഗവൺമെന്റ് കോളേജ് ആയാലും പ്രൈവറ്റ് കോളേജ് ആയാലും സ്വയംഭരണാവകാശം നൽകിക്കൊണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും നിയമിക്കാനും കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അധികാരവും അവകാശവും നൽകിക്കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ AG മുഹമ്മദ് ജുനൈദ് അധ്യക്ഷത വഹിച്ചു. കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ ഫൈനാൻസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ PV വിജയൻ, CT അബ്ദുൽ ഖാദർ, VK ബാവ, MD അബ്ദുൽ ജലീൽ, റഷീദ ജലീൽ, മുഹമ്മദ് അഷ്കർ KP തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഡൽഹിയിൽ BJPക്കും കോൺഗ്രസിനുമേറ്റ കനത്ത പരാജയം ആ പാർട്ടികളുടെ കനത്ത തകർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയതലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുൻകൈയെടുത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു ബദ-സംവിധാനം കേരള മാതൃകയിൽ ഉണ്ടായിരിക്കണമെന്ന് കോൺഗ്രസ് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. BJPയുടെ ദയനീയമായ പരാജയം, കോൺഗ്രസ് അതിനേക്കാൾ ദയനീയമായ സംപൂജ്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട പരാജയം, ഈ രണ്ട് പരാജയങ്ങളും വർത്തമാനകാല സാഹചര്യത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഡൽഹി ഫലം.
ഡൽഹിയിൽ BJPക്കും കോൺഗ്രസിനും ലഭിച്ച വലിയ തിരിച്ചടിയാണെന്നും ഈ പാർട്ടികളുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നും ദേശീയ തലത്തിൽ മതേതര രാഷ്ട്രീയ പാർട്ടികളുടെ ബദൽ സംവിധാനം അത്യാവശ്യമായി വന്നിരിക്കുകയാണെന്നും കടന്നപ്പള്ളി പറഞ്ഞു. ഇരു പാർട്ടികളുടെയും അഹങ്കാരത്തിന്റെ ബലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെൻട്രൽ ബസാറിൽ അന്നൂർ റോഡിലെ ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് അപകട ഭീഷണി ഉയർത്തുന്നു. സമീപവാസികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത വിധം അപകടത്തിലായിത്തീർന്ന ഇതിന് ഒരു പരിഹാരം കാണണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. പയ്യന്നൂർ സബ് കോടതി പരിസരത്തെ ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ഒരു നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള ഈ ടാങ്ക് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. പഴയകാലത്ത് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കൊണ്ടുവരുവാൻ നിർമ്മിച്ച ടാങ്കാണിത്. പിന്നീട് ഇതിന്റെ പ്രവർത്തനം ഉപേക്ഷിക്കുകയായിരുന്നു. പതിയെ ടാങ്കിന്റെ മേലെ ആൽമരം വളരുകയും ചെയ്തു. ഇപ്പോൾ ടാങ്ക് ആൽമരത്തിനാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഭിത്തികളിൽ വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നു. ചില ഭാഗങ്ങൾ അടർന്നു വീണ് വഴിയാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവം വരെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഇതിന്റെ ചുവട്ടിലായാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. BMLP സ്കൂൾ ഇതിന്റെ പരിസരത്തു തന്നെ. കൊച്ചുകുട്ടികൾ നിത്യേന ഇവിടെ കളിക്കാനായി എത്താറുണ്ട്. ഉപയോഗശൂന്യമായ ഈ ടാങ്ക് ഇപ്പോൾ മാലിന്യമിടാനും മറ്റും ഉപയോഗിക്കുന്നത് പരിസരത്തെ കടക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല ടാങ്കിന്റെ ഭാഗം അടർന്നു വീണ് ഓടും മറ്റും പൊട്ടുന്നതും പതിവായിരിക്കുകയാണെന്ന് ഇവർ പറയുന്നു. എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. എനിക്കിപ്പം എൻ്റെ വയസ്സിനേക്കാളും എത്രയോ മൂത്ത ഒരു ജലസംഭരണി തുരുമ്പ് പിടിച്ചിപ്പം ആലും വേരെല്ലാം കൊണ്ട് അതിൻ്റെ താഴെയുള്ള സ്പേസിലാണെങ്കിൽ കംപ്ലീറ്റ് വേസ്റ്റ് എല്ലാം കൊണ്ടിടുകയാണ്. ആൾക്കാർ ഇതിനെ മൂത്രപ്പരയായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരം സഭയിലെ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരും ഇവിടെ താവളമാക്കാറുണ്ടെന്നാണ് പൊതുവെയുള്ള സംസാരം. അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വൈദ്യുതി പോസ്റ്റുകൾ സർക്കാരിന് തീരെഴുതിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രക്ഷോഭങ്ങളെ തുടർന്ന് വൈദ്യുതി ബോർഡ് ജീവനക്കാരും പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭത്തിന്റെ ആദ്യപടിയായി വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. സർവ്വനിയമങ്ങളും കാറ്റിൽ പറത്തി വൈദ്യുത തൂണുകൾ റിലയൻസിന് തീരെഴുതിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സിനു പിന്നാലെ വൈദ്യുതി ബോർഡ് ജീവനക്കാരും ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. പ്രക്ഷോഭത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ വെള്ളിയാഴ്ച KSEB ജീവനക്കാരുടെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി പയ്യന്നൂരിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് KSEB ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടക്കും. BSNL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെതിരെ നിയമം നടപ്പിലാക്കുന്ന സർക്കാർ സ്വകാര്യ കമ്പനിക്കെതിരെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്നും KSEB വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ സെക്രട്ടറി രവി പറഞ്ഞു. വൈദ്യുതി വിതരണ സംവിധാനത്തിലെ വൈദ്യുതി ബോർഡിൻ്റെ ആസ്തികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോർഡിൻ്റെ തന്നെ തനതായ വിവരവിനിമയ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഒരു ചർച്ച ബോർഡ് തലത്തിൽ നടന്നു വരികയാണ്. ഈ ഒരു അവസരത്തിലാണ് തികച്ചും ഏകപക്ഷീയമായ രീതിയിൽ ഇങ്ങനെ ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലെ മരത്തിൽ പരസ്യം സ്ഥാപിക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ ഉത്തരവായി. സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ് മരം നശിപ്പിക്കുന്നതിനെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് പാതയോരങ്ങളിലും മറ്റുമുള്ള തണൽ മരങ്ങളിൽ ആണിയടിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വ്യാപകമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ദേശീയപാതാ വിഭാഗത്തിന്റെയും കീഴിലുള്ള മരത്തിലാണ് കൂടുതലും ആണിയടിച്ച് പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കാറുള്ളത്. ഈ മരനശീകരണത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വകുപ്പുകളുമാണ്. എന്നാൽ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള സർക്കാർ ഏജൻസികൾ ആണിയടിക്കൽ കണ്ടില്ലെന്ന് നടിക്കുന്ന സാഹചര്യത്തിലാണ് വനം വകുപ്പ് ഇടപെടാൻ തീരുമാനിച്ചത്. മരത്തിൽ ആണിയടിച്ച് ബോർഡുകൾ തൂക്കിയതായി വിവരം ലഭിച്ചാൽ പറിച്ചുമാറ്റി കേസെടുക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ വനം വകുപ്പിന്റെ അധീനതയിലുള്ള മരങ്ങളുടെ സംരക്ഷണം മാത്രമാണ് വകുപ്പ് ഏറ്റെടുത്തിരുന്നത്. എന്നാൽ മറ്റു വകുപ്പുകളുടെയും പൊതുമേഖലയുടെയും മരങ്ങൾ കൂടി സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. പൊതുസ്ഥലങ്ങളിലെ മരത്തിൽ ആണിയടിച്ച് പരസ്യം പതിക്കുന്നത് തടയാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഒരു മലയാള ദിനപത്രത്തിൽ വിദ്യാർത്ഥികൾ എഴുതിയ കത്ത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ ഈ ഉത്തരവ്. എന്നാൽ ഈ ഉത്തരവ് വ്യാപകമായി ലംഘിക്കപ്പെടുകയാണ്. ഇതിനെ തുടർന്നാണ് വനം വകുപ്പ് നേരിട്ടിടപെടാൻ തീരുമാനിച്ചത്. റോഡിനരികിലുള്ള മരങ്ങൾ ആണി അടിച്ച് കയറ്റി അതിൻ്റെ ഉള്ളിലുള്ള മജ്ജ ദ്രവിച്ചു പോയിട്ട്, അതായത് മനുഷ്യ ശരീരത്തിലെ പോലെ തന്നെ ഈ അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം മരത്തിൻ്റെ മജ്ജയെ തൊട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവുകയും അവിടെ വെച്ചിട്ട് മരം മുറിഞ്ഞ് വീഴുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഇങ്ങനെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലാ പരിസ്ഥിതി സമിതി കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ
മരത്തിൽ നിന്നും ആണി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം. അന്നത് MLA കടന്നപ്പള്ളി രാമേന്ദ്രനായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം അതൊരു നിയമമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും ആണിയടിക്കുകയും കമ്പി കൊണ്ട് കെട്ടിയും ബോർഡ് സ്ഥാപിക്കുന്നതിലൂടെ തണൽ മരങ്ങൾക്ക് കേട് സംഭവിക്കുകയും ഇതുമൂലം മരം പൂർണ്ണമായും നശിക്കാൻ കാരണമാവുന്നുണ്ട്. കെട്ടിയ കമ്പി പൂർണ്ണമായും മരത്തിനുള്ളിലായി കേട് സംഭവിക്കുന്ന സ്ഥിതിയും നിലവിലുണ്ട്. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാർ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകും. തണൽ മരങ്ങൾ പൂർണ്ണമായും നിലനിർത്താനും ഇവയുടെ നാശം തടയാനുമാണ് ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്ലാത്ര കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള അഖില കേരള നാടകോത്സവത്തിനു തുടക്കമായി. ഇബ്രാഹിം വെങ്ങര നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 14 വരെയാണ് നാടകോത്സവം. മനോരമയൊക്കെ പ്രസിദ്ധീകരിച്ച നോവലിനെ ആസ്പദമാക്കിയുള്ള സീരിയലുകൾ TV-യിൽ കൂടി പ്രക്ഷേപണം ചെയ്യും. ഇതിൽ അവർ അടിമകളായിരിക്കും. ഫെബ്രുവരി 11 മുതൽ 14 വരെ പ്ലാത്ര പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് നാടകോത്സവം നടക്കുന്നത്. വൈകുന്നേരം 7 മണി മുതലാണ് മത്സരം. ചടങ്ങിൽ വി രമേശൻ അധ്യക്ഷനായിരുന്നു. CM വേണുഗോപാലൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഫേസ്ബുക്കിൽ കണ്ട മുഖം നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പ്ലാത്ര. വേനൽ കനത്തതോടെ പഴക്കടകളിൽ വിൽപ്പന തകൃതിയിൽ. ഓറഞ്ചും തണ്ണിമത്തനും മുന്തിരിയുമെല്ലാം വിൽപ്പന പൊടിപൊടിക്കുകയാണ്. അന്യനാട്ടിൽ പഴങ്ങൾക്ക് വിലയുയരുമ്പോഴും കേരളത്തിൽ സുലഭമായ വാഴപ്പഴത്തിന് വില കൂടിയില്ല. കടും പച്ച നിറത്തുള്ള തണ്ണിമത്തനാണ് എങ്ങും എത്തിക്കൊണ്ടിരിക്കുന്നത്. മൈസൂരിൽ നിന്നുമുള്ള കടുംപച്ച കിരണ തണ്ണിമത്തന് മധുരവും സ്വാദും കൂടുതലാണ്. ആന്ധ്ര, സിക്കിം എന്നിവിടങ്ങളിൽ നിന്നും തണ്ണിമത്തൻ വരുന്നുണ്ട്. 10 രൂപ മുതൽ 18 രൂപ വരെയാണ് തണ്ണിമത്തൻ്റെ വില. കർണാടകയ്ക്ക് പുറമെ എറണാകുളം, തൃശൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന പച്ച തണ്ണിമത്തന് 10 രൂപ വരെയാണ് വില. 3 കിലോ മുതൽ 6 കിലോ വരെയാണ് തണ്ണിമത്തൻ്റെ തൂക്കം. കീടനാശിനി ചേരാത്തതിനാൽ തന്നെ തണ്ണിമത്തൻ ജ്യൂസിന് ആവശ്യക്കാർ ഏറെയാണ്. കൂൾബാറുകളിലും ജ്യൂസിന് വിൽപ്പന കൂടിയിട്ടുണ്ട്. വില അധികമൊന്നുമില്ല. സാധാരണ മുംബൈയിലെ വിലയാണ്. അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല വില. മുംബൈയിലെ വില തണ്ണിമത്തമ്പവും പിന്നെ മുന്തിരി, ഓറഞ്ച് ഇപ്പോൾ നല്ല ചിലവാകും. 15 രൂപ മുതൽ 40 രൂപ വരെയാണ് ഫ്രഷ് ജ്യൂസിന് വില ഈടാക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ ആപ്പിളും മുന്തിരിയും വിപണിയിലുണ്ട്. കറുത്ത മുന്തിരി, വെളുത്ത മുന്തിരി, നാരങ്ങ, മൂസമ്പി എന്നിവയുടെ വിൽപ്പനയും തകൃതിയാണ്. എന്തായാലും വേനലിനെ വളരെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കച്ചവടക്കാർ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. താവം ദേവി വിലാസം LP സ്കൂൾ 81ാം വാർഷികത്തിന്റെ നിറവിൽ. വാർഷികാഘോഷ പരിപാടികൾക്ക് ഫെബ്രുവരി 13 വെള്ളിയാഴ്ച തുടക്കമാകും. 8 പതിറ്റാണ്ട് കാലമായി താവം ഗ്രാമത്തിന് അക്ഷരവെളിച്ചം പകർന്ന താവത്ത് ദേവിവിലാസം LP സ്കൂൾ 81ാം വാർഷികാഘോഷ പരിപാടിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 13 വെള്ളിയാഴ്ച രാവിലെ 10:30 P. കരുണാകരൻ MP നിർവഹിക്കും. MLAയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച LCD പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും TV രാജേഷ് MLA നിർവഹിക്കും. ഡോക്ടർ KH സുബ്രഹ്മണ്യൻ, VM രാജീവൻ തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് വിവിധ രചനാ മത്സരങ്ങളും നടക്കും. ശനിയാഴ്ച രാവിലെ ഇംഗ്ലീഷ് ഫെസ്റ്റും ഉച്ചയ്ക്ക് ശേഷം കായിക മത്സരങ്ങളും അരങ്ങേറും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സർഗോത്സവം നടക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV നാരായണൻ ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി താവം യുവതരംഗ് കൃഷ്ണപിള്ള മന്ദിരം വിദ്യാലയത്തിന് നിർമ്മിച്ചു നൽകിയ സ്റ്റേജിന്റെ ഉദ്ഘാടനവും വിവിധ എൻഡോമെന്റ് വിതരണവും നടക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഓണറേറിയം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധ പ്രകടനം. ഫെബ്രുവരി 12 ഓണറേറിയം നൽകാത്തതിലും പ്രൊജക്ട് മീറ്റിംഗ് ക്ലാസ്സിൽ വെച്ച് തീം ക്ലാസ് നടത്തിയതിലും പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. K. തമ്പായി, N. ശാന്ത തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പോലും കണക്കിലെടുക്കാതെ നമുക്ക് മാസം പകുതി വരെ, അതായത് ഒരു മാസം മുഴുവൻ പണിയെടുത്ത് തുടർന്ന് തൊട്ടടുത്ത മാസം 15, 16, 17 നമ്മൾ കാത്തിരിക്കണം നമ്മൾ ഓണറേറിയം കിട്ടണമെങ്കിൽ. ഇതെന്തായാലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂല. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനാസ്ഥയാണ് നമുക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞ മാസം നമുക്ക് 16-ാം തീയതി ഓണറേറിയം കിട്ടിയത്. അത് വെച്ച് തന്നെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ മാസം നിങ്ങൾക്ക് അടുത്ത വർഷം എല്ലാ സംസ്ഥാന കേരള കർഷക സംഘം മാട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേലം രക്തസാക്ഷി ദിനം ആചരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV ഗോവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം എല്ലാ വർഷവും ഫെബ്രുവരി 11 സേലം രക്തസാക്ഷി ദിനമായി ആചരിച്ചു വരികയാണ്.
കേരളത്തിൽ കർഷക സംഘത്തിൻ്റെ മെമ്പർഷിപ്പ് ദിനം കൂടിയാണ് ഫെബ്രുവരി 11. 1950 ഫെബ്രുവരി 11 സേലം ജയിലിൽ വെച്ച് കോറോം, കാവുമ്പായി, ഒഞ്ചിയം, പായം, തില്ലങ്കേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന കർഷക സമരങ്ങളിൽ പങ്കെടുത്ത നേതാക്കളെയും സമര വളണ്ടിയർമാരെയും കള്ളക്കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ അടച്ചിരുന്നു. ജയിലിൽ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ സഖാക്കൾ കരിദിനം ആചരിച്ചു. അതിൻ്റെ ഭാഗമായി പിന്നീടുള്ള ദിവസങ്ങളിൽ മർദ്ദനത്തിൽ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ച സഖാക്കളെ ഫെബ്രുവരി 11 വെടിവെച്ച് കൊല്ലുകയുണ്ടായി. ഈ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കിയാണ് കർഷക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ദിനമായും സേലം രക്തസാക്ഷി ദിനമായും ആചരിച്ചു വരുന്നത്. ദിനാചരണത്തിൻ്റെ ഭാഗമായി പിലാത്രയിൽ നടന്ന പൊതുയോഗം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 12 തീയതി കോറോത്ത് MSPക്കാരുടെ വെടിയേറ്റ് രക്തസാക്ഷിത്വം വരിച്ചതെന്ന് കാണാൻ വേണ്ടി കഴിയും. അതിനുശേഷം മോനെയും കുന്നിനും അതുപോലെ ഒട്ടേറെ, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, നിരവധി രക്തസാക്ഷികൾ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചടങ്ങിൽ മാടായി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് CV ദാമോദരൻ അധ്യക്ഷനായിരുന്നു. നിരവധി പ്രവർത്തകർ സംബന്ധിച്ചു. VV ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. നെരുവമ്പ്രം പുഴത്തടത്തെ പ്രാറപ്രദേശം കഠിനാധ്വാനത്തിലൂടെ ഹരിതാപമാക്കി നിരിച്ചൻ രാഘവൻ എന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഏഴോം കൃഷിഭവന്റെ സഹായത്തോടെയാണ് തന്റെ വീടിനോട് ചേർന്ന 2.5 ഏക്കർ സ്ഥലത്ത് പച്ചക്കറികൾ ഉൾപ്പെടെ കൃഷി ചെയ്ത് വിജയിപ്പിച്ചത്. കൃഷിയോടുള്ള ഒടുങ്ങാത്ത അഭിനിവേശമാണ് നിരീച്ചൻ രാഘവനെ 37 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ മികച്ച യുവകർഷകനാക്കി മാറ്റിയത്. ഭാര്യ ലീലയുടെ നിർദ്ദേശപ്രകാരമാണ് കരിമ്പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശം കൃഷിഭൂമിയാക്കി മാറ്റിയത്. ഏഴോം കൃഷിഭവന്റെ സഹായത്തോടെ 3 വർഷം കൊണ്ട് പ്രദേശം കൃഷിയോഗ്യമാക്കി മാറ്റി. ജലസേചനത്തിനുള്ള സൗകര്യവും ഒരുക്കി. ഇപ്പോൾ പ്രദേശത്തെ കൃഷിത്തോട്ടത്തിൽ വെണ്ടയും ചീരയും പടവലവും തക്കാളിയും മുളകുമെല്ലാം വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. വിവിധയിനം പപ്പായ, ഒട്ടുമാവ് എന്നിവയും തോട്ടത്തിൽ കാണാം. പൂർണ്ണമായും ജൈവകൃഷിയായതിനാൽ പച്ചക്കറി അന്വേഷിച്ച് ആവശ്യക്കാർ രാഘവന്റെ വീട്ടിലെത്തുന്നു. ആത്മ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള സഹായങ്ങൾ എന്നിവയും ലഭിച്ചിട്ടുണ്ട്. ഏഴോം കൃഷിഭവന്റെ നല്ല രീതിയിലുള്ള സഹകരണം ലഭിക്കുന്നതായി രാഘവൻ പറഞ്ഞു. കൃഷി ഓഫീസർ R. റിയാസ്, രാമകൃഷ്ണൻ മാവില വീട്, K. ധന്യ എന്നിവരും രാഘവന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി എപ്പോഴും കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഗൈനക്കോളജിയിൽ ഡോക്ടർമാരുടെ പുനർനിയമനം നടന്നതോടെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വാർഡ് വീണ്ടും സജീവമായി. മാസങ്ങളോളം പ്രസവ വാർഡ് പൂട്ടിക്കിടന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് ഏറെ ബുദ്ധിമുട്ടിലാഴ്ത്തിയത്. ഗൈനക്കോളജി സജീവമായതോടെ ദൈനംദിനം ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഡോക്ടർമാർ ചാർജെടുത്ത 20 ദിവസത്തിനുള്ളിൽ തന്നെ 23ഓളം പ്രസവങ്ങൾ ആശുപത്രിയിൽ നടന്നു കഴിഞ്ഞു. പ്രസവ വിഭാഗത്തിന് മാത്രമായി 5 ആശുപത്രികളടക്കം പയ്യന്നൂരിൽ 11 സ്വകാര്യ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. മരുന്നും കാര്യമെല്ലാം ഗുളികയെല്ലാം ഉണ്ട്, എങ്കിലും അത് പോരാ. സാധാരണക്കാർക്ക് ഗവൺമെൻറ് ആശുപത്രി തന്നെ വേണം. ഇതിനിടയിലാണ് താലൂക്ക് ആശുപത്രിയിലെ ആധുനിക സൗകര്യങ്ങൾ കണ്ടറിഞ്ഞ് രോഗികൾ ചികിത്സ തേടിയെത്തുന്നത്. മാസം 100-ലധികം പ്രസവങ്ങൾ നടന്നിരുന്ന ആശുപത്രിയെ തകർക്കാനുള്ള ചില കേന്ദ്രങ്ങൾ നടത്തിയ ഗൂഢനീക്കങ്ങളുടെ ഭാഗമായാണ് പ്രസവരംഗം വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച് വിവാദം സൃഷ്ടിച്ചതെന്നും ആരോപണം ഉയർന്നിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റൽ പൂട്ടിക്കിടന്നതുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ തുറന്നതുകൊണ്ട് നമ്മുടെ സാധാരണക്കാർ, പാവപ്പെട്ടവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ് ഏറ്റവും ഉപയോഗം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പയ്യന്നൂരെ സംബന്ധിച്ചോളം നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ്. ഡോക്ടർമാർ ഈ സംഭവത്തിൽ കുറ്റക്കാരല്ലെന്ന് IMA ഉൾപ്പെടെയുള്ള സംഘടനകൾ വെളിപ്പെടുത്തിയതോടെയാണ് ഡോക്ടർമാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുതാഴം ശ്രീ രാമവിലാസം LP സ്കൂൾ വജ്രജൂബിലി ആഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV പ്രീത മുഖ്യപ്രഭാഷണം നടത്തി. ചെറുതാഴത്തിന്റെ അക്ഷരലോകത്തെ അനിഷേധ്യ സാന്നിധ്യമായിരുന്ന ചെറുതാഴം ശ്രീരാമവിലാസം LP സ്കൂൾ വജ്രജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ്. 2015 ഫെബ്രുവരി 12, മാർച്ച് 14, 15 തീയതികളിലാണ് വജ്രജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നത്. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ നിർവഹിച്ചു. ഈ സ്കൂളിലെ ഇന്നുള്ള അധ്യാപകരെ നോക്കിയാലും നേരത്തെയുള്ള അധ്യാപകരെ നോക്കിയാലും അവർ കേവലം ഒരു അധ്യാപകന്മാർ മാത്രമായിരുന്നില്ല എന്ന് കാണുന്ന സാധിക്കും. ഒന്നുകിൽ അവരെ പൊതുരംഗത്ത് പ്രവർത്തനം നടത്തിയവരും കലാരംഗത്ത് പ്രവർത്തനം നടത്തിയവരുമായിരിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി TV രാജേഷ് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച LCD പ്രൊജക്ടറിന്റെയും ചെറുതാഴം കുഞ്ഞിരാമമാരാർ സംഭാവന ചെയ്ത ഉച്ചഭാഷന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുൻ അധ്യാപകരെയും ചെറുതാഴം കുഞ്ഞിരാമമാരാർ
ചെറുതാഴം ചന്ദ്രൻ, കോട്ടക്കൽ രാജ്മോഹൻ, വിഷ്ണുരാജ്, കൃഷ്ണൻ എന്നിവരെയും അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാര സമർപ്പണം നടത്തി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രീത മുഖ്യപ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെയർമാൻ സി പങ്കജാക്ഷൻ നമ്പ്യാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ശ്രീനിവാസൻ വി, പി ബാലൻ മാസ്റ്റർ, ശ്രീജിത്ത് PS, KM ദിവാകരൻ മാസ്റ്റർ, രാമദാസ് കുട്ടില, സർഫുന്നീസ, PV കമലാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ലാത്ര. ഇനി അറിയിപ്പുകൾ. ഫെബ്രുവരി 12 ആരംഭിച്ച മാടായിപ്പാറ SN വിദ്യാനികേതൻ 12ാം വാർഷികാഘോഷ പരിപാടികൾ 14 സമാപിക്കും. ഫെബ്രുവരി 14 യുവകഥാകൃത്ത് താഹ മാടായി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി കല്ലൂപ്പറമ്പിൽ ഹർഷന്റെ സ്റ്റാമ്പ് പ്രദർശനവും നടക്കും. പയ്യന്നൂർ ഫെസ്റ്റ് സംഘാടക സമിതി പിരിച്ചുവിടൽ യോഗം ഫെബ്രുവരി 13 4 മണിക്ക് പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. അന്നൂർ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അശോകൻ സ്മൃതി ഫെബ്രുവരി 14 ശനിയാഴ്ച അന്നൂർ ശാന്തിഗ്രാമിൽ നടക്കും. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് 2015-16 വർഷത്തിൽ IAY പദ്ധതി പ്രകാരം ഭവന നിർമ്മാണത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. സ്വന്തം പേരിൽ വാസയോഗ്യമായ വീടില്ലാത്തവരും സ്വന്തം പേരിൽ 3 സെന്റ് സ്ഥലം കൈവശമുള്ളവരും BPL ലിസ്റ്റിൽപ്പെട്ടവരോ 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവരോ BPL കാർഡ് ഉള്ളവരോ ഫെബ്രുവരി 20 വൈകുന്നേരം 5 മണിക്ക് മുൻപായി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷാ ഫോറം ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിലും VEO ഓഫീസുകളിലും ലഭ്യമാണെന്ന് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. കടന്നപ്പള്ളി വെള്ളിവെള്ളപ്പിൽ മൂല പാടശേഖര സമിതി 2ാം വട്ട നെൽകൃഷി ചെയ്ത സ്ഥലത്തേക്ക് 3ാം വിളയ്ക്കായി പയർവിത്തും ഉഴുന്നുവിത്തും എത്തിയിരിക്കുന്നു. ഫെബ്രുവരി 13 രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പാടശേഖര സമിതിയുടെ പാടിവയലിലുള്ള ഓഫീസിൽ വെച്ച് വിത്ത് വിതരണം ചെയ്യും. മുഴുവൻ കർഷകരും വിത്തിനും ധനസഹായത്തിനുമുള്ള അപേക്ഷാ ഫോറം കൈപ്പറ്റണമെന്ന് പാടശേഖര കമ്മിറ്റി സെക്രട്ടറി അറിയിക്കുന്നു. കാങ്കോൽ കുളവയൽ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 10ാം വാർഷികാഘോഷം ഫെബ്രുവരി 14, 15 ദിവസങ്ങളിലായി നടക്കും. ശ്രീ മാട്ടുമ്മൽ കളരി കുതിരിമൽ കുഞ്ഞിമംഗലം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ നടക്കും. ജനകീയ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വർഗീയ ശക്തികളുടെ കടന്നാക്രമണത്തിനിരയായ തമിഴ് നോവലിസ്റ്റ് പെരുമാൾ മുരുകന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാംസ്കാരിക സംഗമം നടത്തുന്നു. ഫെബ്രുവരി 16 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാംസ്കാരിക സംഗമം നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഫാം ഷോയ്ക്ക് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായി. മേളയുടെ ഭാഗമായുള്ള പ്രദർശനം തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വികസന കാര്യത്തിൽ സർക്കാരിന് മലയോര മേഖലയോട് അവഗണനയില്ലെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. ചെറുപുഴയിൽ വള്ളിക്കടവ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി തൂണുകൾ റിലയൻസിന് തീരെഴുതിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുന്നു. പ്രതിഷേധ ഭാഗമായി KCB ജീവനക്കാരുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ കൂട്ടായ്മ. പൊതുസ്ഥലങ്ങളിൽ മരത്തിൽ പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ നടപടി വരുന്നു. മരനശീകരണത്തിനെതിരെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത്. വാർത്തകൾ കഴിഞ്ഞു. മാറ്റൊലിയുമായി അശ്വിൻ ശ്രീധരൻ. ദേശീയ ഗെയിംസിലെ അഴിമതി കഥകളെല്ലാം കഴുകിക്കളയും വിധമാണ് കേരള താരങ്ങൾ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ താരങ്ങൾ സ്വർണ്ണ നേട്ടം കൊയ്തെടുക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ കായിക താരങ്ങൾക്ക് സർക്കാരിൽ നിന്നും വേണ്ടപ്പെട്ട പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നുള്ള പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. അപ്പോൾ നമ്മുടെ ദേശീയ കായികമേളയിൽ കേരളത്തിൽ സ്വർണം വാരിക്കൂട്ടുന്ന നമ്മുടെ കായിക താരങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ കേരളത്തിലെ കായിക അവസരങ്ങൾ വളരെയധികം ദുർബലമായിട്ടാണുള്ളത്. അതായത് അവർക്ക് പരിശീലനത്തിനുള്ള ഒരു കളരിയോ അതിനുള്ള സജ്ജീകരണങ്ങളോ വളരെ കുറവാണ്. പക്ഷേ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ കായിക താരം ഇന്ന് മുന്നേറുകയാണ്. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന നമ്മുടെ കായിക താരങ്ങൾക്കും ഇനി വരുന്ന ഭാവി തലമുറയിലും നമ്മുടെ കേരളത്തിന് നല്ല ഒരു കായിക പരിശീലനം നൽകാൻ
അതിൽ ബന്ധപ്പെട്ട ഭരണാധികാരികളും നമ്മുടെ ജനങ്ങളും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് ഈ അവസരങ്ങളിൽ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ധീരമായി പൊരുതി നേടുന്ന തന്നെയാണ് സ്വർണം, ഒരു സംശയപ്പെട്ട കാര്യത്തിൽ. കേരളത്തിൻ്റെ ഗെയിംസിൻ്റെ സംഘാടക സമിതി വളരെ ഭംഗിയായി നടത്തിയിട്ടുണ്ടെന്നുള്ള വർഷക്കാരനാണ്. അതിൽ അഴിമതി ഉണ്ട് എന്ന് പറയുന്ന പോലെ അത് തെറ്റുമാണ്. അത് ഇവിടെ കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണ്. സാംസ്കാരിക കേരളം എന്ന് പറയും, സാക്ഷര കേരളം എന്ന് പറയും. എന്നിട്ട് അതിനെതിരായി സംസാരിക്കുകയും ചെയ്യുക. പൊതുവെ അങ്ങനെ കേരളത്തിൽ പൊതുവായി. പക്ഷേ കേരളത്തിൽ ചുണക്കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെ നന്നായിട്ട് പൊരുതി സ്വർണം നേടി എന്നുള്ളതാണ് ഞാൻ പറയാം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര നല്ല കോച്ചിങ്ങും സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഉപരി നല്ല റിസൾട്ട് ഉണ്ടാകാൻ സാധിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ നടത്തിപ്പിനെ കുറിച്ചുള്ള കംപ്ലയിൻറ്റുകളൊന്നും അത്ര കാര്യമായിട്ട് ഒരു ഭാഗത്തും വന്നില്ല എന്നതും സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഒപ്പം അത്ലറ്റിക് മേഖലയിൽ കേവലം നേടിയ നേട്ടങ്ങൾ അവിടം കൊണ്ട് തീരുന്ന സന്ദർഭങ്ങളാണ് പലപ്പോഴും കാണാവുന്നത്. എന്നാൽ ക്രിക്കറ്റിലും ടെന്നീസിലും ഒക്കെ കേവലം ഒന്ന് കയറിക്കൂടിയാൽ അവർ ലോകമറിയപ്പെടുന്നവരായി മാറുകയും വൻ തുക സമ്പാദിക്കാനും അവർക്ക് സാധിക്കുന്നു. എന്നാൽ അത്ലറ്റിക് മേഖലയിൽ പൊതുവെ അവർ വേണ്ട ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ മറ്റും കാര്യമായി ലഭിക്കുന്നില്ല എന്നത് ഒരു എടുത്തു പറയേണ്ട സംഗതിയാണ്. നേഷൻ ഗെയിംസിൻ്റെ ഈ വമ്പിച്ച ആവേശം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ളൊരു അന്തരീക്ഷമാണ് കേരളത്തിലാകെ ഉണ്ടായത്. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ക്രിയാത്മകമായ ഒരു പ്രതികരണം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥി സമൂഹം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സ്പോർട്സ് രംഗത്തുള്ള സമൂലമായ ഒരു പരിവർത്തനം തന്നെ ഇത് ഉണ്ടാക്കുന്നുള്ളതാണ് അഭിപ്രായം. പൊതുവെ നമ്മളെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്ത് കായികമായി നല്ല പ്രോത്സാഹനം ലഭിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഇവിടെ ആളുകൾ നമ്മുടെ കായിക രംഗത്ത് പുതിയ ആളുകൾ വരുന്നുണ്ടെങ്കിലും പുതിയ തലമുറയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കായിക താരങ്ങൾ ഇവിടെ ഉദയം കൊള്ളുമ്പോഴും അവർക്കൊക്കെ പൊതുവെ ഒരു പരാതി, ആവശ്യമായ രീതിയിൽ അവർക്ക് പ്രോത്സാഹനങ്ങൾ കിട്ടുന്നില്ല എന്ന് തന്നെയാണ്.